നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. പാട്ടുകളുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട പലപ്പോഴും വിവാദത്തിൽപ്പെടുന്ന സംഗീത സംവിധായകനാണ് ഇളയരാജ. ഇളയരാജ സംഗീതം നൽകിയ 4500 ഗാനങ്ങളിൽ അദ്ദേഹത്തിന് പ്രത്യേക അവകാശമുണ്ടെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് എക്കോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. AR റഹ്മാനെ പോലെ പാട്ടുകളുടെ പകർപ്പവകാശം നേടിയെടുക്കാൻ ഇളയരാജ പ്രത്യേകം കരാറുകളുമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നും എക്കോ സ്റ്റുഡിയോയുടെ ഹർജിയിൽ പറയുന്നു. അതിനാൽ ഗാനങ്ങളുടെ മേൽ സംഗീത സംവിധായകന് അവകാശമില്ലെന്നാണ് എക്കോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ഹർജിയിൽ പറയുന്നത്. 1970-നും 1990-നും ഇടയിൽ രചിച്ച ഗാനങ്ങളുടെ പകർപ്പവകാശം ഇളയരാജയ്ക്ക് നൽകാനാവില്ലെന്നും ഇതിൽ വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് R മഹാദേവൻ, ജസ്റ്റിസ് മുഹമ്മദ് ഷഫീഖ് എന്നിവരടങ്ങിയ 1-ാം ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇത്തരത്തിൽ നിരവധി സിനിമാ നിർമ്മാതാക്കൾ ഇളയരാജയെ അവരുടെ സിനിമകളിലെ പാട്ടുകൾക്ക് സംഗീതം നൽകാൻ നിയോഗിച്ചിരുന്നതായും എക്കോയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വിജയ് നാരായണൻ കോടതിയിൽ വാദിച്ചു. ഇളയരാജയ്ക്ക് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾക്കുള്ള പ്രതിഫലം നേരത്തെ ലഭിച്ചതിനാൽ ഇനി പാട്ടുകളുടെ പകർപ്പവകാശം അതത് നിർമ്മാതാക്കൾക്കാണ്. സംവിധായകൻ, കലാകാരന്മാർ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് എന്നിവരുൾപ്പെടെ സിനിമയിലേക്ക് സംഭാവന നൽകുന്ന ഓരോരുത്തരെയും പ്രതിഫലം നൽകി അതിന്റെ പങ്കാളിയാക്കുന്നവരാണ് ചലച്ചിത്ര നിർമ്മാതാക്കൾ. അതിനാൽ സിനിമയിലെ ഗാനങ്ങളും നിർമ്മാതാവിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യമായതിനാൽ ഒരാൾക്ക് പ്രത്യേക അവകാശം നൽകാനാകില്ല. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളായ ത്യാഗരാജൻ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി എന്നിവർ പോലും തങ്ങളാണ് സംഗീതത്തിന് മുകളിലെന്ന് അവകാശപ്പെട്ടിട്ടില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. തുടർന്ന് ഇളയരാജയുടെ അഭിഭാഷകൻ ഇതിൽ വിശദീകരണം നൽകുന്നതിനായി കൂടുതൽ സമയം തേടിയതിനാൽ കേസ് ജൂൺ 19ലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.